നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞെട്ടിക്കുന്ന വാർത്തയാണല്ലോ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വന്നത്. വൻ ലഹരിവേട്ട. 6.4 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണല്ലോ യുവാവ് പിടിയിലായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ മധ്യകേരളത്തിൽ നിന്ന് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റു വാർത്തകൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ലഹരി മരുന്ന് വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് കസ്റ്റംസ് ഇന്റലിജൻസ് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, രഹസ്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബാങ്കോക്കിൽ നിന്ന് വന്ന, വിയറ്റ്നാം വഴി ബാങ്കോക്കിൽ നിന്ന് വന്ന വിമാനത്തിലെ യാത്രക്കാരനെ വിശദമായി തന്നെ പരിശോധന നടത്തിയത്. വയനാട് സ്വദേശി അബ്ദുൾ സമദ് എന്ന യാത്രക്കാരനെയാണ് ഇത്തരത്തിൽ വിശദമായി നടത്തിയ പരിശോധനയിൽ 6 കിലോയിലധികം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. ഏതാണ്ട് ഈ വിപണി വിലയിൽ 6 കോടിയിലധികം രൂപ മൂല്യമുണ്ടെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. മാത്രമല്ല, ഇയാളുടെ ലഗേജ്, അതായത് ചെക്ക് ഇൻ ലഗേജ് ബാഗ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇയാളെ ഇന്ന് അങ്കമാലിയിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം. ഈ ലഹരി എവിടെ നിന്ന് ലഭിച്ചു, ആർക്ക് കൈമാറാനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ആ നിലയിലുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് എന്തായാലും കടന്നിരിക്കുകയാണ്. ഒരു രഹസ്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വൻ ലഹരി മരുന്ന് വേട്ട ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മധ്യകേരളത്തിൽ പ്രതീക്ഷിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട വാർത്ത, ഈ മന്ത്രവാദത്തിനും ആഭിചാരത്തിനുമെതിരെ ഒരു പൊതുതാൽപര്യ ഹർജി നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. അത് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ പ്രധാനമായും ഈ കേരള യുക്തിവാദ സംഘമാണ് ഈ പൊതുതാൽപര്യ ഹർജി നൽകിയത്. നിയമനിർമ്മാണം ആലോചനയിലുണ്ടെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ തുടർ നടപടി എപ്രകാരമായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഇന്ന് കോടതിയിൽ ഈ ഹർജി പരിഗണിക്കവേ സർക്കാർ വ്യക്തമാക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുക. പ്രധാനമായും സാക്ഷരതയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ഇത്തരത്തിൽ മന്ത്രവാദവും ആഭിചാരവും ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രധാനമായും 2022 നടന്ന എലന്തൂർ നരബലി കേസ് ചൂണ്ടിക്കാട്ടിയാണ് യുക്തിവാദ സംഘം പിന്നീട് വീണ്ടും കോടതിയെ സമീപിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം, കോടതി തന്നെ ഇടപെട്ട് സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും യുക്തിവാദ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഹർജിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് മധ്യകേരളത്തിൽ സംഭവിക്കാനിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.